നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജൂൺ എക്സാമിനേഷന്റെ ഡേറ്റ് ഇങ്ങ് അടുക്കാറായി. എന്നാൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ 11 തീയതിയാണ് നമ്മുടെ എക്സാം. എത്രയാണ്? ജൂൺ 11 തീയതി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എത്ര നാളുണ്ടെന്ന് നോക്കാം. ഈ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സാമിലേക്ക് അടങ്ങാൻ നമ്മുടെ കയ്യിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എത്ര നാളുണ്ടെന്ന് നോക്കാം. ശരി. ഇന്നിപ്പോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഏപ്രിൽ 19 തീയതിയാണ്. അപ്പൊ ഏപ്രിൽ 19 തീയതി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മാസം ഒരു 11 ദിവസം ഉണ്ട്. എത്ര ദിവസമുണ്ട്? ഒരു 11 ദിവസം പെൻഡിങ് ഉണ്ട്. ശരി. അടുത്ത മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ? മെയ് മാസത്തിൽ മൊത്തം 31 ദിവസമുണ്ട്. അത് ഫുള്ള് നമ്മുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ജൂണിൽ ഒരു 10 ദിവസമുണ്ട്. 10 കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് നമ്മുടെ എന്ത്? 10 കഴിഞ്ഞ് 11ാമത്തെ ദിവസമാണ് നമ്മുടെ എക്സാമിനേഷൻ. ശരി. അപ്പൊ ടോട്ടൽ കൂട്ടാണെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര ദിവസമുണ്ട്? ഒരു ഒരു 52 ദിവസമുണ്ട് അല്ലെ? എത്ര ദിവസമുണ്ട്? 52 ദിവസം. എനിക്കറിയാം, നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ മെജോറിറ്റി ആൾക്കാരും ഈ ജൂൺ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പകുതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു, റിവിഷൻ നടക്കുന്നു, സ്റ്റാർട്ട് ചെയ്തു, അങ്ങനെയുള്ള ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തോ. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്നത് ഈ ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ട്രെയിനിങ് ചെയ്യായിരിക്കും. ട്രെയിനിങ്ങിന്റെ ലീവ് ഇതാ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണതേ ഉള്ളൂ. ഇനി ഒരു 30 ദിവസം, ഒരു 1 മന്ത് ആയിരിക്കും ചിലപ്പോൾ ലീവ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയിലായിരിക്കാം. ഇത്രയും നാൾ ഉഴപ്പി നടന്നു, പഠിച്ചില്ല, അല്ലെങ്കിൽ കഴിഞ്ഞ അറ്റംപ്റ്റിൽ പഠിച്ചതാണ്, ഇപ്രാവശ്യം റിപ്പീറ്റഡ് ആണ്, ഇതുവരെ പഠിച്ചില്ല, അമെന്റ്മെന്റ് അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അതായത് ഇനിയും പോസിബിൾ ആണോ എന്ന ക്വസ്റ്റ്യൻ മാർക്ക് മനസ്സിലുള്ള ആൾക്കാർ, നിങ്ങൾ എക്സാമിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ എക്സാം പ്രിപ്പറേഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ എങ്ങും എത്തിയിട്ടില്ല. ഇനി ഈ വരുന്ന 52 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റോ ഇല്ലേ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം അല്ലെങ്കിൽ ബോത്തും, ഓക്കെ അല്ലേ? ഇതിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ബോത്ത് ഗ്രൂപ്പ് പഠിക്കുന്ന കുട്ടികൾ ഓൾറെഡി നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ബോത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഗ്രൂപ്പ് അല്ല, 2 ഗ്രൂപ്പ് പഠിക്കുക, മൊത്തം 8-9 സബ്ജക്ട് പഠിക്കാനുണ്ട്. നിങ്ങൾ ഓൾറെഡി പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ നിങ്ങളെ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റി നിർത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം മക്കളെ, നമ്മുടെ കയ്യിൽ മൊത്തം 52 ദിവസമുണ്ട്. എത്ര ദിവസമുണ്ട്? 52 ദിവസമുണ്ട്. ഈ 52 ദിവസത്തില് ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി നിങ്ങളൊന്ന് ഫോളോ ചെയ്തോ. അതായത് ജൂൺ മാസത്തിലെ 10 ദിവസം ഇല്ലേ? ജൂൺ മാസത്തിലെ, കാരണം ജൂൺ 11 തീയതിയാണ് നമ്മുടെ എക്സാം. അവിടെ നമുക്കൊരു 10 ദിവസം ഉണ്ട്. ഈ 10 ദിവസം നിങ്ങൾ കംപ്ലീറ്റ്ലി റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എന്തിനു വേണ്ടി യൂസ് ചെയ്യുക? റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ പുതിയ കണ്ടന്റുകൾ ഒന്നും പഠിക്കരുത്, അല്ലെങ്കിൽ പുതിയതായിട്ട് ഇനി പഠിച്ചിട്ടില്ല, അത് പഠിക്കണമല്ലോ, ഇത് പഠിക്കണമല്ലോ, ടെൻഷൻ അടിച്ചൊന്നിരിക്കരുത്. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ പല പ്രാവശ്യം മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ RTP, MTPയും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് MCQs പ്രാക്ടീസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഈ 10 ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ 10 ദിവസം പോയി. ഇനി നമ്മുടെ കയ്യിൽ എത്ര ദിവസമുണ്ട്? മെയ് മാസത്തിൽ ഒരു 31 ദിവസമുണ്ട്. ഇപ്പോ ഈ മാസത്തിലെ കറന്റ് ഒരു 11 ദിവസമുണ്ട് അല്ലെ? ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 42 ഡേയ്സ് ഉണ്ട്. ഈ 42 ഡേയ്സിൽ ഒരു 30 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഒരു 30 ദിവസം, ഒരു 30 ഡേയ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പ് തരാണ് മക്കളെ, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് 1 ഓർ ഗ്രൂപ്പ് 2, ബോത്ത് ഞാൻ പറയുന്നില്ല, കാരണം ബോത്തിന് കുറച്ചും കൂടി നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടിയിരുന്നു, കുറച്ചും കൂടി നേരത്തെ തുടങ്ങണമായിരുന്നു. അപ്പൊ ബോത്തിനെ ഞാൻ മാറ്റി നിർത്തേക്കാം. സിംഗിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും അച്ചീവബിൾ ആണ്. നിങ്ങൾക്ക് പാട്ടും പാടി അനായാസമായിട്ട് വളരെ ചില്ലായിട്ട് തന്നെ ഒരു 30 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ സമയം കണ്ടെത്താൻ പറ്റുമോ? ഒരു 30 ദിവസം CMAക്ക് വേണ്ടി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിനേഷൻ പാസ്സാവാൻ പറ്റും, ഉറപ്പാണ്. നമ്മൾ ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് തന്നെ ഏകദേശം 3ലധികം ബാച്ചുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഒന്ന് നമ്മളെ നോർമൽ റെഗുലർ ബാച്ച്, രണ്ടാമത്തെ ഒരു ബാച്ച് എന്ന് പറഞ്ഞാല് നമ്മളോട് ഓപ്പൺ ആയിട്ട് കുറച്ച് ചാലഞ്ച് തന്നിരുന്നു. നിങ്ങൾക്ക് ഫീസ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്നു. നമ്മൾ ഫീസ് ഗ്യാരണ്ടിയുടെ ഒരു ബാച്ച് അനൗൺസ് ചെയ്തിരുന്നു. അതിനകത്ത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു, നമ്മൾ പറയുന്ന വർക്ക് അനുസരിച്ച് പ്രോപ്പറായിട്ട് പഠിച്ചു, എക്സാം എഴുതി, റിസൾട്ട് വന്നപ്പോൾ ഫെയിൽ ആയിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി സംഭവിക്കില്ല, എന്നാലും സംഭവിച്ചെങ്കിൽ നിങ്ങൾ പേ ചെയ്ത ഫീസ് നമ്മൾ റീഫണ്ട് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഒരു ബാച്ചും തുടങ്ങിയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു 2 മന്ത്സ് മുന്നേ ഉള്ള ഒരു ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 3 ബാച്ച് ഈ പ്രാവശ്യത്തെ എക്സാമിന് വേണ്ടി കണ്ടക്ട് ചെയ്തിരുന്നു. ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓൾമോസ്റ്റ് എൻഡിലെത്തി. ഇനി കുറച്ച് ക്ലാസ്സുകളും കൂടി ഉള്ളൂ. അവസാനം തുടങ്ങിയ ബാച്ചിൽ കുറച്ചുകൂടെ ക്ലാസ്സുകളുണ്ട്. എന്തായാലും ഈ മാസവും അടുത്ത മാസം പകുതിയൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഐക്കോണിക് ബാച്ച്, 1 മന്ത് ബാച്ച്, അതായത് 30 ഡേയ്സ് ബാച്ച് ആണ് ഞാൻ ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. എത്ര? 30 ഡേയ്സ് ബാച്ച്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി പറയാം. ഈ പറയുന്ന 30 ദിവസം, ഞാൻ ഇപ്പൊ ഈ പറയാൻ പോണ ഈ 30 ദിവസം നിങ്ങൾ എഫക്റ്റീവ്ലി പഠിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് പാസ്സാവാൻ പറ്റും. എനിക്കറിയാം, നിങ്ങളുടെ മനസ്സിൽ, എല്ലാവരുടെ മനസ്സിലും ഡൗട്ട് ആയിരിക്കും. നമ്മള് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട്
ഈ മാസം 5 വർഷം കംപ്ലീറ്റ് ആവാണ്. 5 വർഷം കംപ്ലീറ്റ് ആവും. 5 years കംപ്ലീറ്റ് ആവാണ്. നമ്മൾ ആദ്യമായിട്ട് GSTയുടെ ഒരു വീഡിയോ ഈ ഒരു ചാനലിൽ ചെയ്തു തുടങ്ങിയിട്ട് 5 വർഷം കംപ്ലീറ്റ് ആവണം. ഏകദേശം നമ്മുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഏറ്റവും ലാസ്റ്റ് ടേമിൽ സിഎമ്മിയുടെ റിസൾട്ട് ഭയങ്കര മോശമായിരുന്നു. അതിന് മുന്നത്തെ ടേമിൽ അതിനേക്കാളും മോശമായിരുന്നു. ലാസ്റ്റ് ടേമിൽ മാത്രം നമുക്ക് പഠിച്ച് പാസ്സായ, നമ്മുടെ എക്സാമിനേഷൻ എഴുതി പാസ്സായി ഇന്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്ത സിംഗിൾ ഗ്രൂപ്പും ബോത്ത് ഗ്രൂപ്പും ഒക്കെ ആയിട്ട് പാസ്സായ സ്റ്റുഡൻസ് 70+ സ്റ്റുഡൻസാണ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ പലരും പലയിടത്ത് പഠിക്കുന്നതായിരിക്കും, പലർക്ക് ഫോട്ടോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മുടെ ഇവിടെ പഠിച്ചതാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ മാറ്റി നിർത്തിയിട്ട് ബാക്കി നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ ആയിട്ട് 70+ സ്റ്റുഡൻസ് ആണ് പാസ്സായത്. 150+ സ്റ്റുഡൻസ് പാസ്സായ വർഷങ്ങളുണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയ വർഷങ്ങൾ വരെയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തലവെക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളാം. വേർത്ത് ആണെങ്കിൽ ഡെഫിനറ്റ്ലി എവിടെ പഠിച്ചാലും കുഴപ്പമില്ല മക്കളെ, നമുക്ക് പാസ്സാവുക എന്നുള്ളതാണ് ഏറ്റവും അൾട്ടിമേറ്റ് കാര്യം. ശരി, അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ക്ലാസിന്റെ അഡ്വർടൈസ്മെന്റ് മാത്രമല്ല, ഒരു 30 days നിങ്ങൾക്ക് എഫക്റ്റീവ്ലി പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ എഫക്റ്റീവ്ലി നിങ്ങളെ കൊണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്ന് ലാസ്റ്റ് കുറേ വർഷങ്ങളായിട്ട് പ്രൂവൺ ആണ്. നമ്മൾ ട്രയൽ ചെയ്തു, പല മാറ്റങ്ങൾ വരുത്തി, പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാ പ്രാവശ്യത്തിലും നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന ബാച്ചും ഈ 30 days ബാച്ചാണ്. ആ 30 days ഐക്കോണിക് ബാച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അനൗൺസ് ചെയ്യുന്നത്. ശരി, ഈ ക്ലാസ്സിന്റെ ഡിഫറൻസ് എന്താ, ബാക്കി ക്ലാസ്സുകളൊക്കെയുള്ള ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ എല്ലാ ക്ലാസ്സിന്റെയും ടൈറ്റിൽ ഇത് തന്നെയായിരിക്കും. CMA ഇന്റർമീഡിയറ്റ് ഓൺലൈൻ റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ആയിരിക്കും. 4 June 2025 ഫുള്ളി അമെൻഡഡ് ക്ലാസ് ആയിരിക്കും. ശരി, നമ്മൾ മുന്നേ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു 3 ബാച്ചുകളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്ലാസ് റെഗുലർ ക്ലാസ് ആണ്, ഓൺലൈൻ ക്ലാസ് ആണ്. ഇതൊരു ക്രാഷ് കോഴ്സ് ഒന്നുമല്ല. എന്തല്ല, ഒരു ക്രാഷ് കോഴ്സ് ഒന്നുമല്ല. ഞാൻ ഈ പറയുന്ന 30 days കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ABCD തൊട്ട് അങ്ങ് അവസാനം പഠിക്കാനുള്ള Z വരെ നമ്മൾ പഠിക്കും. നമ്മളെ ക്ലാസ് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്റ്റുഡൻസ്, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കൂട്ടുകാരെ, ഇതുവരെ ഈ ഒരു സബ്ജക്ട് പഠിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് പഠിക്കുന്നത് എന്ന ധാരണയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഒരു പോയിന്റ് നമ്മൾ വെറുതെ സ്കിപ്പ് ചെയ്യില്ല. എല്ലാ കാര്യങ്ങളെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ക്ലാസ് തന്നെയായിരിക്കും. ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ, നമ്മൾ ഈ എക്സാമിന് വേണ്ടി 3 ബാച്ച് ഓൾറെഡി കണ്ടക്ട് ചെയ്തിരുന്നു. ആ ബാച്ചിൽ എന്താണോ പഠിച്ചത്, ആ ബാച്ചിൽ എന്താണോ പഠിപ്പിച്ചത്, അതേ ക്വാളിറ്റിയിൽ അത്രയും കണ്ടന്റ്സ് തന്നെയായിരിക്കും നമ്മൾ പഠിക്കുക. അല്ലാണ്ട് നിങ്ങൾ പുറത്ത് പല ക്രാഷ് കോഴ്സുകളും ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ക്രാഷ് കോഴ്സുകളെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ മാത്രം പറഞ്ഞ് ഒരു 50-60-70% ടോപ്പിക്കുകൾ മാത്രം ഒന്ന് തട്ടിത്തടവി പോണ അങ്ങനെ ഒരു ക്ലാസ് ആയിരിക്കില്ല ഇത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഈ ടൈം ബൗണ്ട് ആയിട്ട് ആ ഒരു പ്രോപ്പർ ടൈം കൊണ്ട് പഠിച്ച് തീർക്കുന്ന ഒരു റെഗുലർ ക്ലാസ്സിൽ ഇരിക്കുന്ന അതേ എഫിഷ്യൻസിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ മക്കളെ, നിങ്ങൾ ഇന്റർമീഡിയറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പല സ്റ്റുഡൻസും സ്കാനേഴ്സ്, പല ഫാക്കൽറ്റീസിന്റെ ടെക്സ്റ്റുകൾ, അങ്ങനെയുള്ള പല ഗൈഡുകളും കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലൊന്നും ആവശ്യമില്ല. ഒരു ഈ CMA ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന സ്റ്റുഡന്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ വേണ്ട സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, വെൽ റിട്ടൺ ആണ്, ചെറിയ എറേഴ്സ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ആ സ്റ്റഡി മെറ്റീരിയലുള്ള എല്ലാ ഇലുസ്ട്രേഷൻസും നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതിന്റെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഇലുസ്ട്രേഷൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാമിന് ഒരു 50+, ഒരു സബ്ജക്റ്റിന് ഒരു 50+ മാർക്സ് വാങ്ങി പാസ്സാവാൻ ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽ മോർ ദാൻ എനഫ് ആണ്. സീരിയസ് ആയിട്ട് പറയാം. ഇതല്ലാണ്ട് പുറത്തുനിന്ന് നിങ്ങൾ വേറെ സ്കാനേഴ്സോ വേറെ ഫാക്കൽറ്റീസിന്റെ ടെക്സ്റ്റ് ബുക്സുകളോ വേറെ ഗൈഡുകളോ ഒന്നും വാങ്ങി പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ഇലുസ്ട്രേഷൻസും പ്രാക്ടിക്കൽ പ്രോബ്ലംസും അതിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാം സുഖമായിട്ട് 50 മാർക്ക് പ്ലസ് ഒരു സബ്ജക്റ്റിന് വാങ്ങി പാസ്സാവാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എല്ലാ ഇലുസ്ട്രേഷൻസും, സിമിലർ നേച്ചറുള്ള ഇലുസ്ട്രേഷൻസ് ഒഴികെ, ചിലപ്പോൾ ഇപ്പൊ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ നിങ്ങളുടെ സബ്ജക്റ്റിലെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗ്, അതിൽ 100 കണക്കിന് ഇലുസ്ട്രേഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ചിലതൊക്കെ സിമിലർ നേച്ചറിലാണ്. അപ്പൊ സിമിലർ നേച്ചറുള്ള ഇലുസ്ട്രേഷൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇലുസ്ട്രേഷൻസും, ഇപ്പോൾ ഒരു 20 ഇലുസ്ട്രേഷൻ ഒരു ചാപ്റ്ററിലുണ്ടെങ്കിൽ ആ 20-ൽ മിനിമം ഒരു 15, 16, 17 എണ്ണമെങ്കിലും നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ട് തന്നെയായിരിക്കും മുന്നോട്ടേക്ക് പോകാം. മറ്റത് സിമിലർ നേച്ചറിലായിരിക്കും, നിങ്ങൾക്ക് ഹോംവർക്ക് തരാൻ പറ്റുന്ന കൈൻഡ് ഓഫ് പ്രോബ്ലംസ് ആയിരിക്കും. അങ്ങനെ ചെയ്ത് പോണ പ്രോബ്ലംസ്, അങ്ങനെ ചെയ്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോണ ക്ലാസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. സോ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ടൈം ബൗണ്ട് ആയിട്ട് തീർക്കാൻ ഈ 30 ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു PDF കാണിച്ചു തരാം. ഈ PDF നമ്മുടെ ക്ലാസിന്റെ ഡ്യൂറേഷൻ, ക്ലാസിന്റെ ലെങ്ത്, ഈ പറയുന്ന ഫുൾ കാര്യങ്ങളും ഈ പറഞ്ഞ PDF-നകത്തുണ്ട്. നിങ്ങൾ നോക്കി ഒരു സബ്ജക്റ്റിന് നമ്മൾ ഓൺ ആൻ ആവറേജ് വെച്ചിരിക്കുന്നത് 30 ലെക്ചേഴ്സാണ്. എത്ര ലെക്ചേഴ്സാണ്? 30 ലെക്ചേഴ്സാണ് നമ്മൾ ഓൺ ആൻ ആവറേജ് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാണുന്ന ടേബിൾ ഗ്രൂപ്പ് 1-ന്റെയും അടുത്ത കാണുന്ന ടേബിൾ ഗ്രൂപ്പ് 2-ന്റെയാണ്. ഓക്കെ, ഗ്രൂപ്പ് 1 ഓർ ഗ്രൂപ്പ് 2 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഗ്രൂപ്പ് 2-ൽ കണ്ടന്റ് കുറച്ച് കുറവാണ്, ഗ്രൂപ്പ് 1-ൽ കണ്ടന്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഇപ്പൊ ഗ്രൂപ്പ് 1-ന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 1-ൽ നിങ്ങൾ ഡയറക്ട് ടാക്സ് പഠിക്കാനുണ്ട്, ഇൻഡയറക്ട് ടാക്സ് പഠിക്കാനുണ്ട്. രണ്ടും 100 മാർക്സിന് ചോദിക്കാൻ വരുന്ന വലിയ വലിയ ആക്ടുകളാണ്. അപ്പൊ രണ്ടും നിങ്ങൾ സെപ്പറേറ്റ് സബ്ജക്ട് പോലെ പഠിക്കേണ്ടി വരും. അതുപോലെ കമ്പയർഡ് ടു ഗ്രൂപ്പ് 2 കോസ്റ്റിംഗ് കണ്ടന്റ് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഒരു തിയറി പേപ്പർ ആയിട്ടുള്ള ലോ ആൻഡ് എത്തിക്സ് ഉണ്ട്. അപ്പോൾ ഗ്രൂപ്പ് 1-ൽ കുറച്ച് കണ്ടന്റ് കൂടുതലാണ്, പക്ഷേ അച്ചീവബിൾ ആണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ നമ്പർ ഓഫ് ലെക്ചേഴ്സ് നോക്കി. ഗ്രൂപ്പ് 1-ൽ ലോയുടെ ലെക്ചർ 34 ലെക്ചേഴ്സ് ഉണ്ട്. നമ്പർ ഓഫ് അവേഴ്സ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞ ഒരു 55 അവേഴ്സ് ആണ്. ഇത് അപ്രോക്സിമേറ്റ് ഫിഗർ ആണ്, കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചിലപ്പോൾ പോയേക്കാം. എന്തായാലും ടോട്ടൽ എന്തായാലും സെയിം ആയിരിക്കും. ശരി, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 30 ലെക്ചേഴ്സ് ഉണ്ട്. ഡയറക്ട് ടാക്സിന് 27 ലെക്ചേഴ്സ് ഉണ്ട്. ഡയറക്ട് ടാക്സ് ഫുള്ളി അമെൻഡഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമിന് ആപ്ലിക്കബിൾ ആവുന്ന ബജറ്റ് 2024 ഫൈനാൻഷ്യൽ ആക്ട് ആയിരിക്കും. 2024-ൽ 2 ബജറ്റ് ഉണ്ടായിരുന്നു, ഒന്ന് ഇലക്ഷന് മുന്നേയും ഒന്ന് ഇലക്ഷൻ കഴിഞ്ഞിട്ടും. ഈ 2 ബജറ്റിന്റെ ചേഞ്ചുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതും ഇമ്പോർട്ടന്റ് ചേഞ്ച് ആണ്. ഇപ്രാവശ്യത്തെ എക്സാമിന് എന്തായാലും ഡെഫിനറ്റ്ലി ചോദിക്കുന്ന ചേഞ്ചസ്, അമെന്റ്മെന്റ്സ് ആണ് നിങ്ങൾക്ക് ഡയറക്ട് ടാക്സിൽ വന്നിരിക്കുന്നത്. അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 27 ലെക്ചേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മക്കളെ, ഇതിന്റെ ഗ്യാരണ്ടി ഞാൻ ഏക്കാണ്, കാരണം ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും പഠിപ്പിക്കുന്നത് ഞാൻ. ശരി, ഇൻഡയറക്ട് ടാക്സ് കുറച്ചും കൂടി സിംപ്ലറാ. അതിൽ GSTക്ക് 20 ലെക്ചേഴ്സും അതുപോലെ കസ്റ്റംസിന് 4 ലെക്ചേഴ്സും സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. കോസ്റ്റിംഗിന് മൊത്തം 31 ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ഓൺ ആൻ ആവറേജ് ഒരു സബ്ജക്റ്റിന് 30 ലെക്ചേഴ്സ് ആണ് ഉള്ളത്. എത്ര ലെക്ചേഴ്സ്? 30 ലെക്ചേഴ്സ് ഉള്ളത്. അതിന്റെ ഡ്യൂറേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരി, സെക്കൻഡ് ഗ്രൂപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ OMS സിമ്പിൾ ആണ്, ഒരു 30 ലെക്ചേഴ്സ്. അതിന്റെ ഡ്യൂറേഷൻ വളരെ കുറവാണ്, 40 മണിക്കൂർ മാത്രം പഠിച്ചാൽ മതി. ഇനി കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിന് 18 മണിക്കൂറും 18 ക്ലാസ്സസും 18 ലെക്ചേഴ്സും അതുപോലെ ഓഡിറ്റിങ്ങിന് 13 ലെക്ചേഴ്സും, അങ്ങനെ ടോട്ടൽ 31 ലെക്ചേഴ്സ് ആണ് പേപ്പർ നമ്പർ 10 ഉള്ളത്. ഒരു 50 അവേഴ്സ് അപ്രോക്സിമേറ്റ്. ഇനി ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഡേറ്റാബേസ് അനലിറ്റിക്സ് എന്ന് പറഞ്ഞ പേപ്പറിലെ അതിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പഠിക്കാൻ 29 ലെക്ചേഴ്സും ഡേറ്റാബേസ് അനലിറ്റിക്സ് പഠിക്കാൻ ഒരു 1 അവർ ലെക്ചർ, ഒരു 4 എണ്ണം, അങ്ങനെ ടോട്ടൽ 33 ലെക്ചേഴ്സ് ഉണ്ടാവും. ഇനി മാനേജ്മെന്റ് അക്കൗണ്ടിങ് സിമ്പിൾ ആണ്. നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുന്നില്ലേ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗിന്റെ മറ്റൊരു കൈൻഡ് ഓഫ് കോസ്റ്റിംഗ് തന്നെയാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്. 30 ലെക്ചേഴ്സ് നമുക്ക് സിമ്പിൾ ആയിട്ട് തീർക്കാനായിട്ട് പറ്റും. ഇനി ഒരു ലെക്ചറിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ നോക്കാൻ, ഇവിടെ ടോട്ടൽ അവേഴ്സ് ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഞാൻ പറയട്ടെ, ഒരു ലെക്ചറിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ. എത്രയാണ്? ഒരു 1.5 അവേഴ്സ് നിങ്ങൾ കൂട്ടിക്കോ. 2 അവേഴ്സ്, 2 മണിക്കൂർ. ശരിയാണെന്താ? 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തിരിക്കാം. ഇപ്പൊ ഇൻഡയറക്ട് ടാക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മെയിൻലി പഠിക്കാനുള്ള ഐറ്റംസിൽ കുറച്ചും കൂടി ടൈം എടുത്ത് പഠിക്കാനുള്ളത് ഇപ്പോൾ എക്സംഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ സമയം വേണം, അതുപോലെ ITC എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറെ സമയം വേണം. ബാക്കി ടോപ്പിക്സ് ഒക്കെ വളരെ സിമ്പിളാണ്. അതൊക്കെ നമുക്ക് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ, ഒരു 1.5 മണിക്കൂറിലൊക്കെ നമുക്ക് ആ ക്ലാസ്സുകളിലെ ലെക്ചേഴ്സ് ഒക്കെ തീർക്കാൻ പറ്റും. കസ്റ്റംസ് തീർക്കാൻ 1 മണിക്കൂർ മാത്രം മതി, പിടിക്കും. പക്ഷേ ടാക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ സാലറിയിൽ കുറെ പഠിക്കാനുണ്ട്, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, PGBP ഉണ്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഏകദേശം ഒരു 1.25 ബിറ്റ്വീൻ 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇൻകം ടാക്സ് പഠിക്കാനായിട്ട് ലെക്ചേഴ്സിന്റെ വരും. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ദ ടോപ്പിക് ഒരു ലെക്ചറിന് ഒരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ ഒരു ആവറേജ് നിങ്ങൾ കൂട്ടിക്കും. അപ്പൊ ഓരോ സബ്ജക്റ്റിനും ലെക്ചേഴ്സിന്റെ ഡ്യൂറേഷനും അതിന്റെ അവേഴ്സും ഇതാണ്. ശരി, തീർക്കാൻ പറ്റോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം മക്കളെ, ഏറ്റവും ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞതാണ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സിന്റെ A മുതലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഓരോ സ്റ്റുഡൻസും നമ്മുടെ ജൂനിയേഴ്സ് ആണ്. അവർ ഇന്ന് വരെ ഈ സബ്ജക്ട് പഠിച്ചിട്ടേ ഇല്ല, ആദ്യം മുതലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ABCD പഠിക്കണ്ടേ? അങ്ങനെ ABCD മുതൽ പോവും. നിങ്ങളുടെ ടോപ്പിക്കിന്റെ ഏറ്റവും അവസാനത്തെ ഫുൾ ഐറ്റംസ് നമ്മൾ Z വരെ പഠിച്ചു തീർക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടോപ്പിക്സിന്റെ 95% ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. ഇതൊരു യൂഷ്വൽ ക്രാഷ് കോഴ്സ് ഒന്നുമല്ല, ഇത് എഫക്റ്റീവ്ലി റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ആണ്. ഇതെന്താണ് എഫക്റ്റീവ്ലി നമുക്ക് പഠിക്കാൻ പറ്റുന്ന റെഗുലർ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ആണ്. ഞാൻ പറഞ്ഞ ഇലുസ്ട്രേഷൻസിന്റെ ഗ്യാരണ്ടി ഞാൻ തരാം. ടെക്സ്റ്റിലുള്ള എല്ലാ ഇലുസ്ട്രേഷൻസും ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടേക്ക് പോകും. ശരി, അപ്പൊ നോട്ട്സ് ഉണ്ടാവോ? ക്ലാസ്സിന് ഉണ്ടാവും. ഞാനിപ്പോൾ ഇത്രയും സബ്ജക്ട്സിന്റെ കാര്യം പറഞ്ഞില്ലേ, ഇതിൽ മെയിൻലി നോട്ടുള്ള സബ്ജക്ട് ഞാൻ പറയാം. ഫസ്റ്റ് പേപ്പറിന് പേപ്പർ നമ്പർ 5 എന്താണ്? അതിനു മുന്നേ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തില്ലല്ലോ. ഞാൻ ഫാക്കൽറ്റീസിനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ നോട്ട്സ് കൂടി പറഞ്ഞുതരാം. ശരി, നിങ്ങളുടെ ഫസ്റ്റ് പേപ്പർ ഇത് ഗ്രൂപ്പ് 1 ആണ്. ഗ്രൂപ്പ് 1ന്റെ ഫസ്റ്റ് പേപ്പർ എന്ത്? നമ്മുടെ ലോ പേപ്പർ അല്ലെ, ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് എന്നാണ് പേപ്പറിന്റെ പേര്. ഈ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ഡീൽ ചെയ്യുന്ന ഫാക്കൽറ്റി ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ തിയറി പേപ്പർ ആയിട്ടുള്ള ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സും സെക്കൻഡ് ഗ്രൂപ്പിന്റെ തിയറി പേപ്പർ ആയിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഇല്ലേ, ആ ഓഡിറ്റിംഗ് ഡീൽ ചെയ്യുന്ന ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മിയുടെ ക്ലാസിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ശ്രീലക്ഷ്മി നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് പോലും നിങ്ങൾ തുറക്കണ്ട, ഈ നോട്ട്സ് മാത്രം പഠിച്ചാൽ മതി. നിങ്ങളെ എഫക്റ്റീവ്ലി എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഈ നോട്ട്സ് സഹായിക്കും. അത്ര അടിപൊളിയായിട്ടുള്ള നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് ശ്രീലക്ഷ്മി പ്രൊവൈഡ് ചെയ്യുക. ഇത് PDF നോട്ട്സ് ആയിരിക്കും. PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കാനോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫോണിൽ കാണാനോ ഒക്കെ നിങ്ങൾക്ക് പറ്റും. അതിനകത്ത് നോട്ട്സ് നോട്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ശ്രീലക്ഷ്മി നിങ്ങൾക്ക് അടിപൊളി നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ലോയ്ക്കും
സെക്കൻഡ് ഗ്രൂപ്പിന്റെ ഓഡിറ്റിംഗും. അത് മാത്രം വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ടെക്സ്റ്റിലെ ഇലുസ്ട്രേഷൻസ് എന്തെങ്കിലും ഉണ്ടോ, MCQs എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണം നോക്കിക്കോ. അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്ക് പഠിപ്പിച്ചിട്ടില്ല എന്ന് കംപ്ലൈന്റ് പറയാനായിട്ട് വേണമെങ്കിൽ ടെക്സ്റ്റ് നോക്കിക്കോ. ഞാൻ അത്രയും കോൺഫിഡന്റ് ആണ് നമ്മുടെ നോട്ട്സിൽ. ശരി, അത് കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടൻസി പേപ്പറാണ്. അക്കൗണ്ടൻസി പേപ്പർ ഡീൽ ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്, CMA TISA ആണ്. TISA നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ അക്കൗണ്ടൻസിയും സെക്കൻഡ് ഗ്രൂപ്പിനുണ്ട് അക്കൗണ്ടൻസി, കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്. ആ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗും ഡീൽ ചെയ്യുന്നത് TISA ആയിരിക്കും. TISA നിങ്ങൾക്ക് അക്കൗണ്ടൻസി, ഞാൻ ആ പറഞ്ഞ ഇലുസ്ട്രേഷൻസ് ഇല്ലേ, അതിൽ 100 ഔട്ട് ഓഫ് 100 ഇലുസ്ട്രേഷൻസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറയാൻ കാരണം എന്നറിയോ, ഈ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എത്ര ഇലുസ്ട്രേഷൻസ് ചെയ്തു എന്നുള്ളതിന്റെ പ്രോപ്പർ റെക്കോർഡ്സ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റാം 100 ഔട്ട് ഓഫ് 100 ഇലുസ്ട്രേഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ശരി, അടുത്ത പേപ്പർ നിങ്ങളുടെ ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് പേപ്പർ ഡീൽ ചെയ്യുന്നത് ഞാനാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുഴപ്പമില്ല എന്ന്. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പറട്ടെ മക്കളെ, ഈ ഡയറക്ട് ടാക്സിനും ഇൻഡയറക്ട് ടാക്സിനും ഫുൾ ഫ്ലെഡ്ജ്ഡ് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് മതി നിങ്ങൾക്ക്. ഡയറക്ട് ടാക്സ് ഇൻഡയറക്ട് ടാക്സിന്റെ കുഴപ്പം എന്നറിയോ, ഡയറക്ട് ടാക്സ് പഠിച്ചിട്ട് ഇൻഡയറക്ട് ടാക്സ് പഠിക്കുമ്പോൾ ഡയറക്ട് ടാക്സിന്റെ കോൺസെപ്റ്റ് മറന്നു. ഇൻഡയറക്ട് ടാക്സ് പഠിച്ചിട്ട് ഡയറക്ട് ടാക്സിലേക്ക് വരുമ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് രണ്ടും കൂടി മിങ്കിൾ ആയി പോകും. ആ ഒരു പ്രശ്നം ഇല്ലാണ്ട് രണ്ടും സെപ്പറേറ്റ്ലി നമ്മൾ പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ട്സും റിവിഷനുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. കാരണം നമ്മുടെ നോട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഒരു ചാപ്റ്റർ, ഒരു മൊഡ്യൂളും നിങ്ങൾക്ക് കംപ്ലീറ്റ് റിവിഷൻ ചെയ്ത് തീർക്കാൻ. ആ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് മുന്നോട്ടേക്ക് പോകാം. ക്ലാസ്സിന്റെ മറ്റൊരു ഹൈലൈറ്റ് പറയട്ടെ, റിവിഷനും നമ്മുടെ ക്ലാസ്സിന്റെ ഹൈലൈറ്റ്. അതായത് ഒരു ദിവസത്തെ ക്ലാസ് എൻഡ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തലേ ദിവസം പഠിച്ച ആ ചാപ്റ്ററിന്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ റിവൈസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ഡേയിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ക്ലാസ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ഐറ്റംസ് പഠിച്ച് തീർക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടി ഇനി സെപ്പറേറ്റ് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. അപ്പൊ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി എടുക്കണം മക്കളെ. ഫുള്ളി അമൻഡഡ് ക്ലാസ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ക്ലാസ് കഴിയുമ്പോൾ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റുകളിൽ ഒന്നായിരിക്കും, ഉറപ്പാണ്. ശരി, അടുത്തത് നിങ്ങളുടെ കോസ്റ്റിംഗ് പേപ്പറാണ്. ഫസ്റ്റ് ഗ്രൂപ്പിന് കോസ്റ്റിംഗ് ഉണ്ട്, സെക്കൻഡ് ഗ്രൂപ്പിന് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് കോസ്റ്റിംഗ് ഉണ്ട്. ഈ പേപ്പർ ഡീൽ ചെയ്യുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് ആയിട്ട് ടീച്ചിങ് ഫീൽഡിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വിഷ്ണു സാർ. വിഷ്ണു സാർ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കോസ്റ്റിംഗ് പേപ്പർ ഡീൽ ചെയ്യുന്നത്. സാറിന്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നാൾ നമുക്ക് കോസ്റ്റിംഗിൽ കിട്ടിയ റിവ്യൂല് നമുക്ക് സൂക്ഷിച്ച് വെക്കണം എന്ന് തോന്നിയ ഒരു റിവ്യൂ ആണത്. കാരണം ആ റിവ്യൂ കേട്ട് കഴിഞ്ഞാൽ ആരായാലും ക്ലാസ് വാങ്ങിപ്പോവും. ഇല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം സന്തോഷം തോന്നുന്ന ഒരു സ്റ്റുഡന്റിന് റിവ്യൂ ആണത്. ഞാൻ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം റിവ്യൂ അറ്റാച്ച് ചെയ്തിരിക്കാം. അപ്പോൾ സാർ ആയിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന കോസ്റ്റിംഗ് പേപ്പർ, ഫസ്റ്റ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗും സെക്കൻഡ് ഗ്രൂപ്പിന്റെ കോസ്റ്റിംഗും ഡീൽ ചെയ്യുന്നത് നമ്മുടെ CA വിഷ്ണു സാറാണ്. ശരി, ഇനി നിങ്ങൾക്ക് 2 പേപ്പർ മാത്രമേ ഉള്ളൂ. ഏതാ, ഫസ്റ്റ് ഗ്രൂപ്പിന് ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിന്റെ പേരാണ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. സെക്കൻഡ് ഗ്രൂപ്പ് നിങ്ങളെ പാസ്സാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന സബ്ജക്റ്റ് ആണ് ഈ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് അങ്ങേയറ്റം നിങ്ങൾ തല പൊകഞ്ഞ് പഠിക്കാനുള്ള കോൺസെപ്റ്റുകളൊന്നുമില്ല. സിമ്പിൾ സബ്ജക്റ്റാണ്. അതിനെ ഇത്രത്തോളം സിമ്പിളർ ആയിട്ട് നിങ്ങൾക്ക് സംഗീത് പഠിപ്പിച്ചു തരും. ഈ പറഞ്ഞ ഓപ്പറേഷൻസ് മാനേജ്മെന്റും സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തിയറിയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സംഗീത് നിങ്ങളെ ഈ ഫുൾ ഐറ്റംസും പഠിപ്പിച്ചു തരും. സംഗീത് നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റിയാണ് സംഗീത്. അപ്പോൾ സംഗീത് നിങ്ങൾ ഈ കാര്യം പഠിപ്പിച്ചു തരും. ശരി, അടുത്തത് ഒരു പേപ്പറും കൂടെ മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പേപ്പർ. ഇത് ജോയിലാണ് ഡീൽ ചെയ്യുന്നത്. ജോയിലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ്. അപ്പോൾ CMA ജോയിൽ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ പേപ്പർ ഡീൽ ചെയ്യുന്നത്. അതിന്റെ കാര്യം ജോയിൽ ഏറ്റു. പിന്നെ ഒരു ഡേറ്റാബേസ് അനലിറ്റിക്സ് ഉണ്ട്. ഒരു 4 ലെക്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ഒരു 1 അവർ വരുന്ന. അതും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഫുൾ പരിപാടിയും തീർന്നു. ഇതാണ് നിങ്ങളുടെ സബ്ജക്ട്, ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പൊ നോട്ട്സ് ഉള്ള സബ്ജക്ട് ഏതൊക്കെയാണെന്ന് പറയാം. നിങ്ങളുടെ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ബിസിനസ് ലോസ് ആൻഡ് എത്തിക്സ് ഉണ്ടാവും. ഡയറക്ട് ടാക്സ് ആൻഡ് ഇൻഡയറക്ട് ടാക്സിന് ഫുൾ ഫ്ലെഡ്ജ്ഡ് നോട്ട്സ് ഉണ്ടാവും. അതുപോലെ OMSMന്റെ SM പേപ്പറിലെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് തിയറിയാണ്, അതിന് നോട്ട്സ് ഉണ്ടാവും. ഇനി കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗിന് നോട്ട്സ് ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രോബ്ലം പേപ്പറാണ്. പിന്നെ ഈ ബിസിനസ് ഡേറ്റ അനലിറ്റിക്സിനൊക്കെ നോട്ട്സ് ഉണ്ട് കേട്ടോ, അതൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി വേറെ ഏതെങ്കിലും സബ്ജക്റ്റിന് നോട്ട്സ് വേണം, ഇപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടൻസിൽ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസിന്റെ എന്തെങ്കിലും തിയറി ഐറ്റംസോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാൻഡേർഡ്സോ ഒക്കെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാനുണ്ടെങ്കിൽ TISA അതിന് നോട്ട്സ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാക്കൽറ്റീസിന്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഈ 30 ഡേയ്സിന്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് 9 മണിയാകുമ്പോൾ, എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് 9 മണിയാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 9 മണിയാകുമ്പോൾ നമ്മൾ ഈ 4 സബ്ജക്ട്സിന്റെയും ഓരോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. 4 സബ്ജക്റ്റിന്റെയും ഓരോ ക്ലാസ്സുകളായിരിക്കും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. സ്റ്റുഡൻസിന് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ ഫുള്ളി റെക്കോർഡഡ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഫുള്ളി റെക്കോർഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടേബിളിൽ കാണിച്ചില്ലേ, ഈ പറഞ്ഞ ഫുൾ ലെക്ചേഴ്സും നിങ്ങൾക്ക് അപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യും. ഫുൾ ലെക്ചേഴ്സും ഫുൾ നോട്ട്സും. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റുകളിലേക്ക് ജോയിൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കാനുള്ള ഒരു പ്ലാൻ എന്നുള്ള രീതിയിൽ എല്ലാ സബ്ജക്ട്സിന്റെയും ഓരോ ക്ലാസ്സുകൾ ടോട്ടൽ ഒരു ദിവസം 4 ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക.
എത്ര ക്ലാസ്? 4 ക്ലാസ്. ആ 4 ക്ലാസ്സുകൾ എല്ലാം 9 മണിയാകുമ്പോൾ നമ്മൾ പബ്ലിഷ് ആവും. അപ്പൊ നിങ്ങൾക്ക് 9 മണിക്കാണെങ്കിൽ 9 മണി, അല്ല നിങ്ങൾ മിസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം. അപ്പോൾ 9 മണിക്ക് ഒരു ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു ക്ലാസ്, വൈകിട്ട് ഒരെണ്ണം, രാത്രി ഒരെണ്ണം, അല്ലെങ്കിൽ രാവിലെ 2 ക്ലാസ്, വൈകിട്ട് 2 ക്ലാസ്. അങ്ങനെയാണ് മെജോറിറ്റി നമ്മളെ സ്റ്റുഡൻസും പഠിക്കുന്നത്. അപ്പോൾ ഒരു ടൈം ടേബിൾ ഫിക്സ് ചെയ്ത് ഈ ക്ലാസ്സുകൾ കാണാം, ക്ലാസ്സിലെ വർക്കുകൾ തീർക്കുക, റിവൈസ് ചെയ്യുക, ക്ലാസ്സുകൾ കാണാം, വർക്കുകൾ തീർക്കുക, റിവൈസ് ചെയ്യുക. ഈ ഒരു പ്ലാനിൽ പോവുകയാണെങ്കിൽ 30 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. നിങ്ങൾക്ക് ക്ലാസ്സിലെ 2 ടൈപ്പിൽ ജോയിൻ ചെയ്യാം. ഒന്ന് ഫുള്ളി റെക്കോർഡഡ് ഫോർമാറ്റില, അതായത് ഫുൾ ക്ലാസ്സുകൾ നമ്മൾ അറ്റ് എ ടൈമിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. 2 നമ്മൾ ഈ പറഞ്ഞ 30 ഡേയ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ 30 ഡേയ്സ് ബാച്ച് എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇന്നിപ്പോ 19-ാം തീയതി അല്ലേ? അടുത്ത തിങ്കളാഴ്ച, 21 അടുത്ത തിങ്കളാഴ്ച 28-ാം തീയതി ആയിരിക്കും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ആവുക. എത്ര ദിവസം? 28-ാം തീയതി. ഓക്കെ, അപ്പൊ 28-ാം തീയതി നമ്മൾ 4 ക്ലാസ് പബ്ലിഷ് ചെയ്യും, 4 സബ്ജക്റ്റിന്റെ ഓരോ ക്ലാസ് പബ്ലിഷ് ചെയ്യും. ഇനി നെക്സ്റ്റ് 29-ാം തീയതി, 30-ാം തീയതി അതിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പിന്നെ ക്ലാസ് ഒക്കെ പർച്ചേസ് ചെയ്തതിനു ശേഷം പറഞ്ഞുതരും. അങ്ങനെ ഒരു 30 ഡേയ്സ് കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ എൻ്റെ ടോപ്പിക്ക് തീർക്കും. അവസാനത്തെ 10 ദിവസം നമ്മൾ റിവൈസ് ചെയ്യുകയും ചെയ്യും. ഇനി ഇതല്ല, നിങ്ങൾക്ക് റെക്കോർഡഡ് ഫോർമാറ്റിൽ മതി ക്ലാസ് എങ്കിൽ ശരി, ഫുൾ ക്ലാസ്സുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് കാണാനായിട്ട് പറ്റും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ക്ലാസിന്റെ ഫീച്ചേഴ്സ് പറയാം. ഒന്ന്, ക്ലാസിന്റെ വ്യൂസ് അൺലിമിറ്റഡ് ആണ്. ക്ലാസിന്റെ വ്യൂസ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലയിടത്തും ഓൺലൈൻ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യൂസ് പറയാം 1.5 വ്യൂസ് അല്ലെങ്കിൽ 2 വ്യൂസ് എന്നൊക്കെ ആയിരിക്കും പറയാം. ഇവിടെ 1.5 വ്യൂ 2 വ്യൂ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു ക്ലാസ് 5 പ്രാവശ്യം കാണണം, 5 പ്രാവശ്യം കാണണം, 10 പ്രാവശ്യം കാണണം, 10 പ്രാവശ്യം കാണണം. ഒരു പ്രാവശ്യം പഠിച്ചു, എക്സാമിന് കയറുന്നതിന് മുന്നേ റിവൈസ് ചെയ്യാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ കാണണം, വീണ്ടും കാണാം. അൺലിമിറ്റഡ് വ്യൂസ് ആണ് ടിൽ നമ്മുടെ ജൂൺ എക്സാമിനേഷൻ. നമ്മുടെ ജൂൺ എക്സാമിനേഷൻ നടക്കുന്ന ആ ഒരു മൊമെന്റ് വരെയും നിങ്ങൾക്ക് ഈ ക്ലാസ് അൺലിമിറ്റഡ് വ്യൂസ് കാണാം. ഇനി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, യൂട്യൂബിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ? എങ്ങനെയാ? 2x എത്താറുണ്ട്, അല്ലെങ്കിൽ സ്ലോ മോഷനിലാക്കാറുണ്ട്, 1.5x ആക്കാറില്ലേ? അതുപോലെ നിങ്ങൾക്ക് ഇവിടെയും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഫുൾ HD ആ ഫുൾ HD ക്ലാസ് ആയിരിക്കും. അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും 580p 320p നമുക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റിയിലാക്കി ക്ലാസ്സുകൾ കാണാനായിട്ട് പറ്റും. ഇനി നോട്ട്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ക്ലാസ്സും ഡൗൺലോഡ് ചെയ്യാം. വൈഫൈ ഉള്ള എവിടെയെങ്കിലും ചെന്ന് നിന്ന് ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്തു, ഫോണിൽ സ്റ്റോർ ചെയ്യുന്നു, വീട്ടിൽ വരുന്നു, നെറ്റ് ഇല്ല, ആപ്പ് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ആയിട്ട് കാണാം. അതായത് നെറ്റ് ഇല്ലാണ്ടും കാണാൻ പറ്റും. അപ്പോൾ ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, നോട്ട്സുകൾ ഡൗൺലോഡ് ചെയ്യാം, ക്വാളിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ശരി, ഇനി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. അവസാനം എക്സാം എടുക്കുന്ന സമയത്ത് ഡൗട്ടുകൾ കൂടുതലാണ്. ആ ഡൗട്ടുകൾ സോൾവ് ചെയ്യാനായിട്ട് ഓരോ സ്റ്റുഡൻസും, നമ്മൾ ഈ പറഞ്ഞ ഓരോ ഫാക്കൽറ്റീസും ഓരോ സ്റ്റുഡൻസും ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഓരോ സബ്ജക്ട് വൈസ് ആയിരിക്കും. ഇപ്പോൾ ഡയറക്ട് ടാക്സിന് ഒരു ഗ്രൂപ്പ്, കോസ്റ്റിങ്ങിന് ഒരു ഗ്രൂപ്പ്, അക്കൗണ്ടൻസിക്ക് ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നത് പോലെ ഫോട്ടോസ് ഷെയർ ചെയ്യാനും വോയിസ് മെസ്സേജ് അയക്കാനും ചാറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും. ഫാക്കൽറ്റീസിനോട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം. അവർ ടൈം ബൗണ്ട് ആയിട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ സോൾവ് ചെയ്ത്, നിങ്ങൾ ചോദിക്കുന്ന അപ്പം തന്നെ ഡൗട്ട് സോൾവ് ചെയ്ത് തരാൻ ഫുൾ ടൈം ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കില്ല. അവരൊരു ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും അന്ന് രാത്രിക്കുള്ളിൽ തന്നെ നമ്മൾ ഡൗട്ടുകൾ സോൾവ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അപ്പം തന്നെ ചെയ്യാറുണ്ട്. എങ്കിലും കുറച്ച് ടൈം നിങ്ങൾ പെൻഡിങ് വെച്ചോ, അവരുടെ സമയം അനുസരിച്ചിട്ട് ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരും. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്താ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മൾ ഈ പറഞ്ഞ ക്ലാസ്സുകളിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ പ്രൈസ് പറയണ്ടേ? പ്രൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രൈസ് വളരെ സിമ്പിൾ പ്രൈസ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും 6000 രൂപ, 6000 റുപ്പീസ് ആണ് നമ്മുടെ ക്ലാസിന്റെ പ്രൈസ്. ഈ പറഞ്ഞ പ്രൈസിനോടൊപ്പം ഒരു 10 രൂപ ഒരു ട്രാൻസാക്ഷൻ ഫീസ്, അവരുടെ പ്ലാറ്റ്ഫോം ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞ പ്രൈസിനോടൊപ്പം ഒരു 10 രൂപയും കൂടെ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് 6000 രൂപ, സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് 5000 രൂപ. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രൈസ് 6000 രൂപ, സെക്കൻഡ് ഗ്രൂപ്പിന്റെ പ്രൈസ് 5000 രൂപ, പിന്നെ ഒരു 10 രൂപ ഫീസ്. ഇത്രയുള്ള പരിപാടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ സബ്ജക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല നിങ്ങൾ സിംഗിൾ സബ്ജക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ. ഗ്രൂപ്പ് വൈസ് ആയിട്ട് പർച്ചേസ് ചെയ്താൽ നമ്മുടെ കൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. സിംഗിൾ ഗ്രൂപ്പ് ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, സിംഗിൾ സബ്ജക്റ്റ് ആയിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ആ വീഡിയോ കാണിക്കുമ്പോൾ അതുപോലെ ചെയ്താൽ മതി. നമ്മുടെ ആപ്പിൽ കയറിയ സിംഗിൾ സബ്ജക്റ്റ് ഉണ്ടാവും. അതിന്റെ റേറ്റ് പെർ സബ്ജക്റ്റിന് 1300 ആണ് റേറ്റ്. കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗിന് മാത്രം 1500 ആയിരിക്കും റേറ്റ്. ഇതാണ് നമ്മുടെ പ്രൈസിങ്. അപ്പോൾ നിങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു ഞാൻ പറയാനുള്ള എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു. നിങ്ങൾ വീഡിയോ തുടർന്ന് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ക്ലാസ് കാണേണ്ടത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തിരിക്കാം. ക്ലാസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ്രോയിഡിലും നമുക്ക് ആപ്ലിക്കേഷൻ ഉണ്ട്, ഐഫോണിലും iOS ഡിവൈസിലും നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലാസ് നിങ്ങൾക്ക് ഏതാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ആൻഡ്രോയിഡിൻ്റെ കാണിക്കാം, അത് കഴിഞ്ഞ് ഐഫോണിൻ്റെ കാണിക്കാം. ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ
നിങ്ങൾ ഇതിലിപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ബോത്ത് ഗ്രൂപ്പാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ലിങ്ക് റീഡയറക്റ്റ് ആവും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ കൊടുക്കുമ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. നിങ്ങൾ ഈ ഒരു സംഭവം ശ്രദ്ധിക്കുക. ഈ ലോഗിൻ ചെയ്യാനായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പ് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ജസ്റ്റ് ലോഗിൻ യൂസിങ് വാട്സപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി വാട്സപ്പിൽ ഒരു മെസ്സേജ് പോകും, ലോഗിൻ OTP ഒക്കെ അതിനകത്ത് വന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ യൂസ് അതർ മെത്തേഡ് കൊടുക്കാം. അതർ മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ 3 ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഇവിടെ ഞാൻ തൽക്കാലം എൻ്റെ ഒരു മൊബൈൽ നമ്പർ യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാണ്. ഓക്കെ, ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ OTP ചോദിക്കും. അപ്പോൾ നമ്മൾ OTP ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ OTP ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ പേര് ചോദിക്കും. ഓക്കെ, ഞാൻ എൻ്റെ പേര് കൊടുക്കുകയാണ്. അതിനുശേഷം ഇമെയിൽ ID ചോദിക്കും. ഇമെയിൽ ID കൂടി നിങ്ങളൊന്ന് കൊടുത്തോളാം. അപ്പോൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തോളാം. ഓക്കെ, ഞാൻ പേരും എൻ്റെ ഇമെയിൽ ID കൊടുത്തു. എന്നിട്ട് ലെറ്റ്സ് സ്റ്റാർട്ട് കൊടുത്തു, അലോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോപ്പറായിട്ട് ഏതാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അത് കാണിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്താൽ ഞാൻ ഐഫോണിൽ കൂടി ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നിട്ട് ഇത് പർച്ചേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഐഫോണിലും സെയിം തന്നെയാണ്. നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലാസ് പർച്ചേസിനുള്ള ലിങ്കുകൾ ഉണ്ടാവും. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഏതാണെന്ന് വെച്ചാൽ ആ ലിങ്കിൽ ഒന്ന് പ്രസ് ചെയ്തോളാം. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പ് സ്റ്റോറിലേക്ക് ചെല്ലും. ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ആപ്പിൻ്റെ പേര് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരിക്കും ഉണ്ടാവുക. അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ചെയ്തു, അലോ കൊടുക്കാം. അതിനുശേഷം അവർ ഓർഗനൈസേഷൻ കോഡ് ചോദിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങൾക്കുള്ള ഒരു എക്സ്ട്രാ സ്റ്റെപ്പ്. ഐഫോൺ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഓർഗനൈസേഷൻ കോഡ് അടിക്കുക. ZPXVN ZPXVN ഈ ഓർഗനൈസേഷൻ കോഡ് ടൈപ്പ് ചെയ്തോളാം. അതിനുശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ക്രീൻ വരും. എങ്ങനെയാണെന്ന് നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മാറും, നെക്സ്റ്റ് പ്രൊഫഷണൽസ് എന്നാവും. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കാം. നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം, ഡൺ കൊടുക്കുക. വെരിഫിക്കേഷൻ നമ്മുടെ ഇത് ചോദിക്കും, OTP വരും. OTP അടിച്ച് വെരിഫൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആയിക്കോളും. ഇനി ബാക്കി സ്റ്റെപ്പൊക്കെ സെയിം ആണ്, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദയവായിട്ട് തൊട്ട് താഴെ സ്റ്റോർസ് എന്നുണ്ടാവും. ആ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബോത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ബോത്ത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത്. ശരി, ദെൻ ബൈ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി പേയ്മെൻറ്റ് ഗേറ്റ് വേയിലായിരിക്കും അത് ഡയറക്റ്റ് ചെയ്യുക. ഇനി സിമ്പിളാണ്, ഒന്നുമില്ല, നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ഇവിടെ ഗൂഗിൾ പേ ആണെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ പേ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേ ചെയ്യണമെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് പേ ചെയ്യാം. നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഗൂഗിൾ പേ പ്രസ് ചെയ്യുന്നു, താഴെ പേ നൗ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേയിലേക്ക് അത് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, പേ നൗ കൊടുക്കുക. നിങ്ങളുടെ പിൻ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ഡൺ ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇരിക്കാം. അപ്പോൾ മക്കളെ, ഈ ഒരു 30 days എഫക്റ്റീവ്ലി നിങ്ങൾക്ക് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക് ഈ പറഞ്ഞ ജൂൺ എക്സാമിനേഷൻ പാസ് ആവാനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പോഴും ലേറ്റ് അല്ല. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് നന്നായിട്ട് തീരുമാനം എടുക്കുക. ക്ലാസ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നമ്മുടെ ബാച്ചിൽ അടുത്ത തിങ്കളാഴ്ച 28 സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളി റെക്കോർഡഡ് ബാച്ചിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഫുള്ളി റെക്കോർഡഡ് ആണെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും. ഓക്കെ, പ്രൈസും കാര്യങ്ങളും ബാക്കി പറഞ്ഞ വാലിഡിറ്റീസും ഫീച്ചേഴ്സും പരിപാടികളും എല്ലാം സെയിം തന്നെയാണ്. നന്നായിട്ട് നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാം. ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറഞ്ഞ ജൂൺ എക്സാമിനേഷൻ പാസ് ആവാനുള്ള ടൈം ഉണ്ട്, പാസ്സാവുകയും ചെയ്യും. ഇത്രയുള്ള മക്കളെ, ബൈ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.